ചില തട്ടിപ്പുകൾ കാണുമ്പോൾ നമ്മുടെ വായി ചുമ്മാതിരിക്കത്തില്ല. നമ്മൾ പറഞ്ഞു പോകും. വേണ്ട വേണ്ട എന്ന് എത്ര വിചാരിച്ച് നമ്മൾ ഒഴിവാക്കി വിടാമെന്ന് വെച്ചാലും ചില തട്ടിപ്പുകളുടെ മുഖം കാണുമ്പോൾ നമ്മൾ സംസാരിച്ചു പോകും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ 8 മെയിൽ കണ്ട ഒരു സീനറി, അതായത് 8 മെയിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അതിനകത്ത് അങ്ങോട്ട് കല്ലിടുകയാണ്, ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള കല്ലിടുകയാണ്. കാമിത ആൻഡ് ടീം വന്ന് വീടിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് കാണിച്ചിട്ട് വളരെ പരിതാപകരമായ അവസ്ഥയിലുള്ള ഒരു വീടും ആ വീടിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോയും ഒക്കെ കാണിച്ച് നാട്ടുകാരുടെ മുമ്പിൽ ഒരു പ്രത്യേകതര സിമ്പതി അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒപ്പം പുതിയ നാടകവും വന്നിട്ട് കല്ലിടൽ ചടങ്ങ്. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന ഈ കല്ലിടൽ ചടങ്ങിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ആ വീട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കി വെച്ചേക്കുക. എങ്ങനെയുണ്ട് ആ വീട്? നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? ആ വീടാണ് ഹൈലൈറ്റ്. ഇനി ഈ വീട് ഇപ്പോൾ, അതായത് ഈ തറക്കല്ലിട്ട വീട് ആ ബാക്ക് സൈഡിൽ അതേ സെയിം ലൊക്കേഷന് ആ വീട് പണി ഉയർന്നോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇവിടെ വെക്കാം. ഇതൊന്ന് കണ്ടു നോക്കൂ. ആ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നടക്കുന്ന ഈ കൺസ്ട്രക്ഷൻ്റെ ലെവൽ എവിടം വരെ എത്തി? വീട് പണി ഏകദേശം പൂർത്തിയായി. 6 മാസം മുമ്പ് നടന്ന തറക്കല്ലിടൽ ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടിട്ട് പറയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വീട് പണി തുടങ്ങിയതേ ഉള്ളൂ, എൻ്റെ വാപ്പാക്ക് ചാപ്പാടിന് വഴിയില്ല, എല്ലാം ഈ മോളൊരുത്തി കണ്ണനെ വരിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ജനുവരി 11 ഇട്ട, അതായത് ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ പേജിൽ ജനുവരി 11, ഇപ്പോൾ എത്രയായി? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെ 4 മാസം മുമ്പ് ഇട്ട വീഡിയോസാണ് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അന്ന് അത് ഈ സൈറ്റ് ഏതെന്ന് നിങ്ങൾക്ക് അതിനകത്ത് നോക്കിയാൽ കാണാം. DOERS അസോസിയേറ്റ്സ് അവരുടെ ചാനലിൽ പോയി നോക്കിയിട്ട് ആ സംഗതി എടുത്താണ്. അപ്പം ഈ വീട് പണി നടക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നിങ്ങൾ കാണുന്ന ആ വീടാണ് തെളിവിനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഇതൊന്നും പറയേണ്ട കാര്യമില്ല. വായി തുറന്നാൽ കള്ളം മാത്രം പറയുന്ന ഒരു പ്രത്യേകതരം സാധനമാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണൊക്കെ എനിക്കും അറിയാം. പക്ഷെ പൊതുസമൂഹത്തിനോട് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അവയർനെസ്സാണ്. ഒരാളുടെ വീട് പണി എന്ന് പറയുമ്പോൾ പലരും പറയും അവരുടെ സ്വപ്നമാണെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് അവരുടെ കരിയറാണ്. നോട്ട് അബൌട്ട് വീട് പണി ആൻഡ് ആൾ. അതൊക്കെ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നാട്ടുകാരുടെ ഉത്തരവാദിത്തമല്ല. കൈകാല സ്വാധീനമില്ലാതെയോ വേറെ നിവൃത്തിയില്ലാതെയോ ഒക്കെ കിടക്കുന്ന, ജോലിക്ക് പോകാനൊന്നും ഒരു രീതിയിലും പാങ്ങില്ലാത്തവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്ന തർക്കമൊന്നുമില്ല, തെറ്റില്ല. പക്ഷേ യാതൊരു കാരണവശാലും ഒരു രീതിയിലുള്ള സിമ്പതിയും അർഹിക്കാത്തൊരു സ്ത്രീയാണ്. 10ഓ 18ഓ പേരുടെ ജീവിതം നശിപ്പിച്ച സ്ത്രീയാണ്. അവർക്ക് പൊതുസമൂഹം ഇതുപോലെ വീണ്ടും വീണ്ടും മണ്ടരായി പോയി നിന്ന് കൊടുക്കരുത്. ഇപ്പോൾ കൂടെയുള്ളവരും നിങ്ങൾ മാറിപ്പോകണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം നിങ്ങൾ മാറിയാൽ 18 എന്നുള്ള കേസ് പിന്നെ 19, 20, 22 എന്നാവും. അപ്പി ബൈജു എന്തായാലും പെട്ടു. അവന് കിട്ടിയ പരിപാടി തന്നെയാണത്. അവൻ പെട്ടു. ഇനി അവൻ അങ്ങോട്ടും തിരിഞ്ഞാൽ ഇവള് അവൻ്റെ പേർക്ക് പീഡന ശ്രമത്തിന് കേസ് കൊടുക്കും. അങ്ങനെ പലരും പല കോലവും കാണിക്കും. എനിവേ, ഇപ്പം ഈ നുണകൾ മാത്രം പറയുന്ന ഈ നുണച്ചിയെ നിങ്ങൾ ഇതുപോലെ വിശ്വസിച്ച് കൂടെ നിർത്തുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. ഈ നമുക്ക് മനസ്സിലറിയാത്ത ഒരു ഭയം നമുക്കുള്ളിലുണ്ടാക്കും. ഇവർക്കെതിരെയൊക്കെ നമ്മൾ പ്രതികരിച്ചാൽ നമുക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, ഈ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് പലരും മുൻപോട്ട് വരികയോ അതിനെതിരെ പ്രതികരിക്കുകയോ ചെയ്യത്തില്ല. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സ്വസ്ഥത വേണം, അല്ലേ? ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാവരും സ്വസ്ഥതയാണ് ആഗ്രഹിക്കുന്നത്. ആ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പലതും കണ്ണടയ്ക്കും. പക്ഷെ ചില നിയോഗങ്ങൾ ചിലർ മൂലം ചെയ്യണമെന്നുണ്ട്. ചിലരുടെ വാക്കുകൾ, ചിലരുടെ സ്വസ്ഥത കുറവ് ഒത്തിരി പേർക്ക് സ്വസ്ഥതയുണ്ട്. അപ്പോൾ പോലീസുകാരന്മാർ ആ തൊഴിൽ എടുത്തിട്ടില്ലാച്ചാൽ നമ്മളൊക്കെ സമാധാനത്തോടെ വളർന്നു. പട്ടാളക്കാർ ആ തൊഴിൽ ഏറ്റെടുത്തിട്ടില്ലാച്ചാൽ നമ്മുടെ രാജ്യാതിർത്തി കടന്ന ആളുകൾ വന്ന് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു ടൈം ഉണ്ടാകത്തെ നമുക്ക് സ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ ചിലർക്ക് ആ ഡ്യൂട്ടി ഉണ്ടാകും, ആ ഡ്യൂട്ടി കൊടുക്കുന്നതാണ്. ആ നിയോഗത്തിലാണ് ഞാനെന്ന് മാത്രം മനസ്സിലാക്കുക. ഈ ഒരു വിഷയം പബ്ലിക്കിൽ എത്തിക്കണമെന്ന് തോന്നിയതുകൊണ്ട് എത്തിച്ചതാണ്. പിന്നെ കിഞ്ഞീ അവിടെ കിടന്ന് എന്തോ പറയുന്നുണ്ട്, നിങ്ങളതിന് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയരുത്. കാരണം ഇപ്പോൾ ചെയ്യുന്നവർ വെറും മാർക്കറ്റ് റേറ്റുള്ള സാധനമാണ്. അവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചത്തെറി വിളിക്കും, അമ്മയും മകനെയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഇത് പറയും, വളരെ വൾഗറായിട്ട് നമ്മളുടെ ക്യാരക്ടർ അസാസിനേഷൻ ആയിരിക്കും പറയുക. പക്ഷെ ഒരു കാര്യം പറയാം, ഞാൻ ഇന്നവരെ ഇങ്ങനെ തറക്കല്ലിടാനോ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വീട് വെച്ച് കൊടുക്കാനോ ഒന്നും ഞാൻ ഭിക്ഷ എടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് ഇല്ല. തീർത്തും അങ്ങനെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ ഈ ഒരു വിഷയം ഞാൻ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഒരു കാര്യം പറയാം, കണ്ണൻ്റെ പടം വാങ്ങിക്കുന്നത് കൊണ്ടുള്ള തെറ്റോ അല്ലെങ്കിൽ അതിലുള്ള വെറുപ്പോ അല്ല ഈ പറയുന്നത്.
തുറന്നു പറയുകയാണെങ്കിൽ നമ്മളൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് മറ്റ് കമ്മ്യൂണിറ്റികളെ. തീർച്ചയായിട്ടും എവിടെയൊക്കെയോ നമ്മളും അവരിൽ ഒരാളാണെന്നുള്ള തോന്നൽ നമുക്കുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം കൃഷ്ണനോടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാൻ ആരും തുടരുന്നോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. അവരുടെ റിവാസ്, അവരുടെ കാര്യങ്ങളാണ്. അപ്പം അത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ, നമുക്ക് അതിനകത്തൊന്നും ഒരു തർക്കമില്ല. പക്ഷേ അത് വെച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു പെണ്ണ് അവരെ തന്നെ ചതിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ തുറന്ന് പറഞ്ഞു കൊടുക്കണം. അത് ഇസ്ലാം മതവിഭാഗത്തിലുള്ള ഓരോ മനുഷ്യരും മനസ്സിലാക്കാൻ വേണ്ടി പറയണം. നിങ്ങളുടെ ഉത്തരവാദിത്വമാണത്. നമ്മളിൽ നിന്ന് ഒരാൾ അപ്പുറത്ത് പോയാൽ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് വെച്ച് അത് മാർക്കറ്റ്വൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന ബോധവൽക്കരണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഓരോ യൂട്യൂബേഴ്സും ഇത് കാണുകയും മനസ്സിലാക്കുകയും എടുക്കുകയും വേണം. ഞാൻ മിക്കവാറും ഏത് സബ്ജക്റ്റ് എടുത്താലും എല്ലാവരും എനിക്ക് പേഴ്സണലി അവരുമായിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞ് ഇതിന് മറ്റൊരു ഡൈവേർഷനെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണുള്ളത്. ദയവ് ഇത് മനസ്സിലാക്കുക. എനിക്ക് പേഴ്സണലി ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം എനിക്ക് ആരോടും ഒരു പേഴ്സണലി ഒരു പ്രോബ്ലം ഇല്ല, ഇൻക്ലൂഡിങ് ജസ്ന. എനിക്ക് അവരോട് ഒരു ദേഷ്യവും ഇല്ല. എനിക്ക് അവരുടെ അടുത്ത് ഒരു പിണക്കോ അല്ലെങ്കിൽ ഒന്നുമില്ല. നാട്ടുകാരെ പറ്റിക്കുന്നത് കാണുമ്പോൾ അതിനെപ്പറ്റി പറയണമെന്ന് തോന്നിയിട്ട് വീഡിയോ ചെയ്യുന്നു എന്നതിനപ്പുറം പേഴ്സണലി എനിക്ക് ആരോടും ഒരു ഇതുമില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നന്ദി.